ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. രാസവള കമ്പനികൾ കർഷകർക്ക് ആവശ്യമില്ലാത്ത വളങ്ങളും കീടനാശിനികളും അടിച്ചേൽപ്പിക്കുകയാണെന്ന് ആഗ്രോ ഇൻപുട്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുബി ഭാസ്കർ പറഞ്ഞു. കർഷകർക്ക് ആവശ്യമായ രാസവളം യഥാസമയം എത്തിക്കാത്തതിനാൽ വ്യാപകമായ കൃഷിനാശമാണെന്നും സുബി ഭാസ്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർഷകർക്ക് ഏറെ ആവശ്യം വരുന്ന ഫാക്ടംപോസ്, യൂറിയ, പൊട്ടാഷ്, കോംപ്ലക്സ് തുടങ്ങിയ വളങ്ങൾക്കൊപ്പമാണ് കർഷകർക്ക് ആവശ്യമായ വളങ്ങളും അടിച്ചേൽപ്പിക്കുന്നത്. 2012 മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് FACT ഉൾപ്പെടെയുള്ള രാസവള കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഗുണമേന്മയില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ വളങ്ങളാണ് കർഷകരെ അടിച്ചേൽപ്പിക്കുക. രാസവള കമ്പനിയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ വെച്ച് പ്രധാനമന്ത്രി, രാസവള മന്ത്രാലയം, മുഖ്യമന്ത്രി, MP-മാർ, രാസവള പ്രതിനിധികൾ എന്നിവർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി ഞങ്ങൾക്ക് അവർ FACTക്ക് കൊടുക്കുന്ന ബില്ല് ഞങ്ങളുടെ കൈവശം കിട്ടി. 2 രൂപ ചില്ലറ പൈസയ്ക്കാണ് 1 കിലോ വളം അവർ FACTക്ക് കൊടുക്കുന്നത്. ആ സാധനം കൃഷിക്കാർക്ക് 6 രൂപയ്ക്കാണ് FACT വിൽക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അടക്കം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഗുണമേന്മയില്ലാത്ത സാധനം അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ട് മാലിന്യ സംസ്കരണവും വേസ്റ്റ് നിർമ്മാർജ്ജനവും ഒക്കെ നമ്മുടെ ഭാഗത്തുണ്ട്. FACT ഈ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങുന്ന ഈ സാധനം അവരുടെ ബ്രാൻഡ് ചാക്കിലാക്കി കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഗുണനിലവാരമില്ല. കൊല്ലംകോട് തന്നെയുള്ള ഒരു കർഷകൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ പരാതി, ഇത്തരത്തിൽ വാങ്ങിയ വളം അത് കൃഷിക്കിടാൻ വേണ്ടി കയ്യിൽ കുപ്പിച്ചില് കൊണ്ടുവന്നു. അപ്പൊ ഗുണമേന്മയില്ലാത്ത വളം, അന്യായമായ ലാഭം 3 ഇരട്ടി, 2 രൂപയ്ക്കുള്ള സാധനം 6 രൂപ വിലയ്ക്ക് ഈ കർഷകർക്ക് കൊടുക്കുമ്പോൾ വ്യാപാരികൾക്ക് കിട്ടുന്ന ഒരു ചാക്ക് വിറ്റ 10-20 രൂപ. ഈ പൊട്ടാഷ് അടക്കമുള്ള IPL അടക്കമുള്ള MFL, സ്പിക്ക് അടക്കമുള്ള കമ്പനികളെല്ലാം ഈ രീതി തുടർന്നുകൊണ്ടിരിക്കുന്നു. വൻതോതിൽ കേന്ദ്ര സബ്സിഡി കൈപ്പറ്റി കർഷകദ്രോഹ നയമാണ് രാസവള കമ്പനികൾ നടപ്പിലാക്കുന്നതെന്നും സുബി ഭാസ്കരൻ പറഞ്ഞു. കർഷകരായ K. ശിവാനന്ദൻ, C. വിജയൻ, C. പ്രഭാകർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.